നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഇത്തിരി എരിവും മസാലയുമുള്ള ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് നല്ല സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ആയാലോ? എങ്ങനെയാണ് നല്ല നാടൻ രീതിയിൽ കുരുമുളക് ഇട്ട് വരട്ടിയ ചിക്കൻ തയ്യാറാക്കാമെന്ന് കാണാം. എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പെപ്പർ ചിക്കന് ആവശ്യമുള്ള ചേരുവകളാണ് ഞാൻ പറയുന്നത്. ഇതിലേക്കായിട്ട് ഞാനിവിടെ 1.5 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കിലോ ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്, 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 തുടം വെളുത്തുള്ളി ചതച്ചത്, 7 പച്ചമുളക് ചതച്ചത്, കോക്കനട്ടിന്റെ പീസസ് ആണ് ഇതേ നീളത്തില് മുറിച്ചെടുത്ത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പെരിഞ്ജീരകം, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പെപ്പർ തരിതരിപ്പോടെ പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിലേക്ക് പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. എണ്ണ ചൂടായി വരുമ്പോ ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കും. അപ്പോൾ പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചത് ചേർത്തു. ഇത് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ ചെറിയ ഉള്ളി ചതച്ചത് കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കും. ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോ ചെറിയ ഉള്ളി ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതില് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞു. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇപ്പൊ ചേർക്കാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇനി മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ ചിക്കൻ ഏകദേശം ഒരു 1/4 വേഗമായിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാൻ ഒന്ന് മാറ്റുകയാണ്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കോക്കനട്ടിന്റെ പീസസ് ഇട്ടാണ്. ചെറുതായിട്ട് മൂത്ത് വരുമ്പോ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതിനുശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. ഇപ്പൊ ഇത് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ ടൈമില് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർക്കുവാണ്. ഇപ്പോ ഗ്രേവി എല്ലാം ചിക്കനിൽ പിടിച്ച് നല്ലതുപോലെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി തരിതരിപ്പായിട്ട് പൊടിച്ചതാണ്, അതുകൂടെ ചേർത്ത് കൊടുത്തു ലാസ്റ്റ്. ഇനി ലാസ്റ്റ് വെച്ചിരുന്ന കുറച്ച് കറിവേപ്പില കൂടെ ഇതിലോട്ട് ചേർത്തു. അങ്ങനെ നല്ല ടേസ്റ്റി സ്പൈസി ഒക്കെ ആയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാരും തയ്യാറാക്കി നോക്കണം.